നമസ്കാരം. ഈ കള്ളു കുടിക്കുന്നത് ഒരാളുടെ മൗലിക അവകാശമല്ലേ? അതൊക്കെ വ്യക്തിജീവിതം ആസ്വദിക്കുന്നതിൻ്റെ ഭാഗമല്ലേ? എന്തുകൊണ്ട് കുടിയന്മാരെ സമൂഹം അംഗീകരിക്കുന്നില്ല? ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ച ചോദ്യമാണ്. ഒരുപക്ഷേ ഇത് പലർക്കുമുള്ള സംശയമായിരിക്കാം. നിയമപരമായി വിൽക്കുന്ന മദ്യം കുടിക്കുന്നത് ഒരു പൗരൻ്റെ അവകാശമല്ലേ? അതിനാൽ ഒളിഞ്ഞും തെളിഞ്ഞും പോയി കുടിക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. ഇപ്പോൾ മദ്യം എന്നത് പോഷക ഗുണം ഇല്ലാത്ത ഒരു പാനീയമാണ് എന്ന് ആർട്ടിക്കിൾ 47 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വം അതാണ്. അപ്പോൾ ജനങ്ങളുടെ പോഷകനില ഉയർത്തുക, ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്നത് ഒരു രാജ്യത്തിൻ്റെ കടമയാണ്. ചോറ്, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എന്നിവ പോഷകങ്ങൾ അടങ്ങിയതാണ്. അതുപോലെ വെള്ളം, ജ്യൂസ്, ചായ എന്നിവ ദാഹം ശമിപ്പിക്കാൻ ഉള്ളതാണ്. എന്നാൽ ആൽക്കഹോളിക് ബീവറേജ് ശാരീരിക മാനസിക പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുവാണ്. അതുകൊണ്ട് പോഷക ഗുണമില്ലാത്തതും ആരോഗ്യത്തിന് ഹാനികരമായതുമായ മദ്യവും മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതാത് സംസ്ഥാനങ്ങൾക്ക് നിയന്ത്രിക്കാനോ നിരോധിക്കാനോ അധികാരമുണ്ട്. ഇപ്പോൾ മദ്യം യാതൊരു ന്യൂട്രീഷണൽ ബെനിഫിറ്റും ഇല്ലാത്ത ഒരു പാനീയമാണ് എന്ന നിലയിലാണ് ഭരണഘടന കണക്കാക്കുന്നത്. അതിനാൽ തന്നെ മദ്യം കുടിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പൗരൻ്റെ അടിസ്ഥാന അവകാശമല്ല, മൗലിക അവകാശവുമല്ല. ഇപ്പോൾ എങ്കിലും ഒരാളുടെ വ്യക്തിഗത സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്നതുകൊണ്ട് ഒരാൾക്ക് തനിക്ക് ഇഷ്ടം ഉള്ളതുപോലെ ഭക്ഷിക്കാനും കുടിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഇത് ഒരു പൗരന് രാഷ്ട്രം നൽകുന്ന അല്പ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് മദ്യപാനം കുറ്റമല്ല. വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടാനും പാടില്ല. അത് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടിയുടെ ലംഘനമായേക്കും. അപ്പോൾ സ്വകാര്യമായി മദ്യപിക്കാം, മദ്യപിച്ച് പ്രശ്നങ്ങളാക്കാതെ രാജ്യത്തെ നിയമം അനുസരിച്ചുകൊണ്ട് മാത്രം എന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ സംശയങ്ങൾ തീർക്കുന്നതിനായി ഞാൻ ഉടനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, കാത്തിരിക്കുക. കൃത്യമായി അറിവുകൾ നിങ്ങളിൽ എത്തിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.